ദിയസ് ഇറെ. ഞാൻ ആദ്യം ഡൈസ് ഇറെ എന്നായിരുന്നു വായിച്ചിരുന്നത്. എൻ്റെ അമ്മോ, ചത്തില്ലെന്ന് പറയാം. അത്രയ്ക്കും അടിപൊളി മൂവിയായിരുന്നു. നമ്മുടെ ഭൂതകാലവും ഭ്രമയുഗവുമെല്ലാം ചെയ്ത സംവിധായകൻ്റെ ഒരു കിടിലൻ മൂവി തന്നെയായിരുന്നു. പ്രണവിൻ്റെ അഭിനയം ഒരു രക്ഷയുമില്ല. എൻ്റെ അമ്മോ, ഒരുപാട് നാൾക്ക് ശേഷമാണ് ഇത്രയും നല്ലൊരു മൂവി കണ്ടത്. വർഷത്തിൽ ഒന്നോ രണ്ടോ സൂപ്പർ ഹിറ്റ് തന്നുകൊണ്ട് പ്രണവ് അങ്ങ് മുങ്ങും. പിന്നെ അടുത്തൊരു സൂപ്പർ ഹിറ്റിനായി തിരിച്ചു വരുന്ന ഒരു വ്യക്തിയാണ് പ്രണവ് മോഹൻലാൽ. നല്ല സംവിധായകന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പ്രണവിന്റെ മുഴുവൻ ടാലന്റും അവർ ഒപ്പിയെടുക്കും. സത്യം പറഞ്ഞാൽ ഈ ഒരു മൂവിയോട് കൂടി പ്രണവ് ശരിക്കും മറ്റുള്ള മുൻനിര താരങ്ങൾക്കെല്ലാം വളരെ വെല്ലുവിളിയായി തോന്നുന്ന ഒന്നു തന്നെയാണ്. ഈ മൂവിയിലെ പല ഷോട്ടുകളും പ്രണവിൻ്റെ ക്ലോസപ്പുകൾ ഒരുപാട് തവണയാണ് കാണിച്ചിട്ടുള്ളത്. ശരിക്കും ഒരു നല്ല നടന് മാത്രമേ അത്രയും ക്ലോസപ്പായി ക്യാമറയ്ക്ക് മുന്നിൽ അഭിനയിക്കുവാൻ പറ്റൂ. കിടിലം എന്നാൽ കിടിലം, വേറെയൊന്നും ഈ മൂവിയെക്കുറിച്ച് പറയാനില്ല. ഞാൻ ഒരു ലോക്കൽ ക്രൗഡിൻ്റെ കൂടെ നിന്നുകൊണ്ടാണ് ഈ മൂവി കണ്ടിരുന്നത്. സാധാരണ മൂവീസ് എല്ലാം കാണുമ്പോൾ അവരുടെ ഒരുപാട് ആഹ്ലാദ പ്രകടനങ്ങളും കൂക്കുവിളികളും എല്ലാം ഉണ്ടാകുന്നതാണ്. എന്നാൽ ഈ മൂവി എല്ലാവരും ഒരേ വൈബിലിരുന്നിട്ടായിരുന്നു ആസ്വദിച്ചു കൊണ്ടിരുന്നത്. ആരുടെയും ശബ്ദം പോലും പുറത്ത് കേൾക്കുന്നില്ല. ചില ഞെട്ടലുകൾ മാത്രമാണ് പുറത്ത് കേട്ടുകൊണ്ടിരുന്നത്. ഓരോ നിമിഷം നമ്മളെ മുൾമുനയിൽ നിർത്തുക എന്നൊക്കെ പറയുന്നത് ഇതിനാണ്. അങ്ങനത്തെ ഒരു പടമായിരുന്നു ശരിക്കും ഇത്. ശരീരത്തിലൊക്കെ ആകെ ഒരു തണുപ്പോടിയ അവസ്ഥയായിരുന്നു. അത്രയ്ക്കും ഒരു നല്ലൊരു മൂവി എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്ത കാശിന് മുതലായിട്ടുള്ള ഒരു പടം തന്നെയാണിത്. തുടക്കം മുതൽ ഒടുക്കം വരെ ഒരേ വൈബിൽ പോയിക്കൊണ്ടിരുന്ന പടമായിരുന്നു. പടം തീരണ്ട എന്ന് പോലും വിചാരിച്ചു പോകും. കാരണം ഒരു സ്ഥലത്ത് പോലും ഒരു ബോറിംഗ് ആയിട്ട് തോന്നിയിട്ടേയില്ല. ഹൊറർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഹൊറർ. അല്ലാതെ ഹൊറർ എന്ന് പറഞ്ഞ് രാത്രിയിൽ അട്ടഹസിച്ച് നടക്കുന്ന പ്രേതവും ചുണ്ണാമ്പ് ചോദിക്കുന്ന പ്രേതവും ചുറ്റും പുകയും വെള്ളസാരി ഉടുത്ത് നടക്കുന്നതും പാലമരവും ഉണങ്ങിയ ഇലകൾ പാറി നടക്കുന്നതും അങ്ങനെയുള്ള സ്ഥിരം ക്ലീശ സാധനങ്ങളുമൊന്നുമില്ലാത്ത ഒരു കിടിലം ഹൊറർ എന്ന് പറഞ്ഞാൽ ഒരു കിടിലം ഹൊറർ മൂവി തന്നെ. രാവെന്നോ പകലെന്നോ ഇല്ലാതെ ഡയറക്ടറിൻ്റെ ബ്രില്യൻസ് കാണിച്ച കിടുക്കാച്ചി പടം. എഡിറ്റിങ്ങും സിനിമാറ്റോഗ്രാഫിയും സൗണ്ടും എല്ലാം ഒന്നൊന്നിന് മികച്ചതായിരുന്നു. പ്രണവ്, ഓ മൈ ഗോഡ്, ലാലേട്ടൻ്റെ മകൻ തന്നെയാണ്. അച്ഛൻ്റെ പേരിന് ഒരു കളങ്കവും അവൻ വരുത്തിയില്ല. ഒരു നിമിഷം നമ്മൾ സീറ്റിൻ്റെ എഡ്ജിലെത്തിപ്പോകും. അത്രയ്ക്കും കിടിലം പറഞ്ഞാൽ കിടിലം തന്നെ. ഇത്രയൊക്കെ ഞാൻ പറയണമെങ്കിൽ അത്രമാത്രം നല്ലൊരു മൂവി തന്നെയായിരുന്നു. ആകെ എനിക്കുള്ളൊരു റിക്വസ്റ്റ്, പിള്ളേരുമായി പോയി ഈ മൂവി കാണരുത്. കാരണം അവർ പേടിച്ച് മണ്ണ് തപ്പും. ഇത് കണ്ട എൻ്റെ അവസ്ഥ ഞാൻ തന്നെ പേടിച്ച് ഒരു അവസ്ഥയിലായിട്ടുണ്ട്. അപ്പം കൊച്ചുകുട്ടികൾ ഈ മൂവി കാണുകയാണെങ്കിൽ അത് അവർക്ക് കുറച്ച് മനസ്സിന് ഡിസ്റ്റർബ്ഡ് ആവും. അതുകൊണ്ട് ഫാമിലിയുമായി പോകുന്നവർ കുട്ടികളെ കൊണ്ടുപോകാതിരിക്കുക. എനിക്ക് ഇപ്പോഴും ഈ മൂവി കണ്ടതിൻ്റെ ഹാങ് ഓവർ ഇതുവരെ വിട്ടുമാറിയിട്ടില്ല. ആ ഒരു എക്സൈറ്റ്മെൻറ്റും ആ ഒരു ഇഷ്ടവും എല്ലാമാണ് നിങ്ങളിപ്പോൾ എൻ്റെ സൗണ്ടിലൂടെ തന്നെ മനസ്സിലാക്കുന്നത്. എൻ്റെ ഉറക്കത്തിൽ പോലും എനിക്ക് ഈ മൂവിയിലെ പല സീക്വൻസുകളാണ് വന്നു പോകുന്നത്. സത്യം പറഞ്ഞാൽ ഉറക്കത്തിൽ പല തവണയാണ് ഞെട്ടി എണീറ്റ് പോയത്. ഒറ്റയ്ക്ക് ഇരിക്കുവാൻ പോലും ഭയന്നുപോയി ഞാൻ. അതായിരുന്നു എൻ്റെ അവസ്ഥ. എനിക്ക് പൊതുവേ ഹൊറർ മൂവീസിനോട് അധികം താല്പര്യമില്ലാത്തതാണ്. കാരണം വേറെ ഒന്നുമല്ല, എനിക്ക് നല്ല പേടിയുള്ള ഒരു വ്യക്തിയാണ്. ഈ മൂവി വന്നപ്പോഴും ഞാൻ വിചാരിച്ചു അധികം ഹൊററൊന്നും ഉണ്ടാവില്ല, സാധാരണ നമ്മൾ കാണപ്പെടുന്ന കോമഡി ഗോസ്റ്റുകളും സീക്വൻസുകളും ആയിരിക്കുമെന്ന് പ്രതീക്ഷിച്ചായിരുന്നു ഞാൻ പോയിരുന്നത്. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ട്രെയിലർ പോലും കാണാതെയായിരുന്നു ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ പടം എന്നെ പേടിപ്പിച്ചു എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല. നിങ്ങൾ ഈ മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത് താഴെ കമൻ്റായി പറയുക. നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തായിരുന്നു, നിങ്ങൾക്ക് മൂവി ഇഷ്ടപ്പെട്ടോ എന്നുള്ളതെല്ലാം താഴെ കമൻ്റായി പറയണം. ഇത് എൻ്റെ ഫസ്റ്റ് മൂവി റിവ്യൂ ആണ്. അതും ഒരു നല്ലൊരു മൂവിക്ക് റിവ്യൂ ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് സത്യം പറഞ്ഞാൽ അഭിമാനം മാത്രമാണ് തോന്നുന്നത്. നിങ്ങൾക്ക് ഇതുപോലെ നല്ല നല്ല മൂവീസിൻ്റെ എല്ലാം അപ്ഡേറ്റ്സ് അറിയുവാനും മറ്റു ബ്രേക്കിംഗ് അപ്ഡേറ്റ്സുകൾ അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.